നമസ്കാരം. മലയാളി വാർത്ത ഇൻസൈഡിലേക്ക് സ്വാഗതം. സുരക്ഷയുടെ കാര്യത്തിൽ ലോകത്ത് തന്നെ എന്നും നമ്പർ 1 ആണ് ഇസ്രായേൽ. ഈ വാദം പലപ്പോഴായി അട്ടിമറിക്കാനായി അല്ലെങ്കിൽ ഇവരുടെ ഈ സുരക്ഷാ വലയങ്ങളെ പൂർണ്ണമായും തകർക്കാൻ ഹമാസും ഹിസ്ബുള്ളയും ഹൂതികളുമൊക്കെ പലകുറി ശ്രമിച്ചുവെങ്കിലും ചിലയിടത്തൊക്കെ തന്നെ പിഴച്ചുപോയിട്ടുണ്ടെങ്കിലും അതെല്ലാം തന്നെ വീണ്ടും കെട്ടിപ്പടുത്ത് മുകളിലേക്ക് വരാൻ ഇസ്രായേലിന് കഴിഞ്ഞിട്ടുണ്ട്. എന്നാൽ ഇസ്രായേലിന്റെ ഈ പൂർണ്ണ സുരക്ഷ എന്ന ഈ വാദത്തെ അതിന്റെ മുനയൊടിക്കാനുള്ള നീക്കം ഹമാസിന്റെ ഭാഗത്തു നിന്നും എല്ലായ്പ്പോഴും ഉണ്ടാകുന്നുമുണ്ട്. ഈ വാദത്തിന്റെ മുനയൊടിക്കുന്ന റിപ്പോർട്ടുകളാണ് എല്ലായ്പ്പോഴും മറ്റ് പലയിടങ്ങളിൽ നിന്നും പുറത്തും വരുന്നത്. അവസാനത്തെ ഉദാഹരണം എന്ന നിലയിലാണ് അന്താരാഷ്ട്ര തലത്തിലെ അന്വേഷണാത്മക റിപ്പോർട്ടർമാരുടെ കൂട്ടായ്മ പേപ്പർ ട്രയൽ മീഡിയ പുറത്തുവിട്ട ചില റിപ്പോർട്ടുകൾ. 2000-ന് മുകളിൽ ഇസ്രായേലി വ്യോമസേന അംഗങ്ങളുടെ വിവരങ്ങളും രേഖകളും ഹമാസ് ശേഖരിച്ചതായി ഈ റിപ്പോർട്ടിൽ വ്യക്തമാക്കുന്നു. സൈനികരുടെ പൂർണ്ണ നാമം, ബേസ്, യൂണിറ്റ്, ID നമ്പർ, മൊബൈൽ ഫോൺ നമ്പർ, ഇമെയിൽ വിലാസം, സാമൂഹിക മാധ്യമ അക്കൗണ്ടുകൾ, കുടുംബ അംഗങ്ങളുടെ പേര്, ഈ പരേഡുകൾ, അതുപോലെ തന്നെ ലൈസൻസുകൾ, കാർഡുകൾ, ക്രെഡിറ്റ് കാർഡ് നമ്പറുകൾ, ബാങ്ക് അക്കൗണ്ട് വിവരങ്ങൾ തുടങ്ങിയവയാണ് ഹമാസിന് ലഭിച്ചത് എന്നാണ് വിവരം. എന്നാൽ ഈ വിവരങ്ങളൊക്കെ തന്നെ പൂർണ്ണമായും തെറ്റാണ് എന്നും ഇസ്രായേലും വാദിക്കുന്നു. ഹമാസ് തയ്യാറാക്കിയ 2000-ലധികം പേജ് വരുന്ന റിപ്പോർട്ട് അന്വേഷണാത്മക റിപ്പോർട്ടർമാരുടെ സംഘത്തിന് കൈമാറുകയും പരസ്യമാക്കുകയും ചെയ്തു. ജർമ്മൻ മാധ്യമ സ്ഥാപനമായ സെയ്ത്ത്, ആൻഡ്രിയൻ മാധ്യമമായ സ്റ്റാൻഡേർഡ്, ഇസ്രായേലി പത്രമായ ഹാർട്ടേസ് എന്നിവയുമായി സഹകരിച്ചായിരുന്നു പേപ്പർ ട്രയൽ മീഡിയയുടെ ഈ പ്രവർത്തനം. ഗസയിലെ കുട്ടികളെ കൊന്നതിനുള്ള പ്രതികാരം എന്നാണ് റിപ്പോർട്ടിന് ഹമാസ് നൽകിയിരിക്കുന്ന തലക്കെട്ട്. ഹമാസിന് ഈ വിവരങ്ങൾ ലഭിച്ചത് ഇസ്രായേലിന്റെ മറ്റൊരു സുരക്ഷാ വീഴ്ചയാണ് എന്നാണ് വിദഗ്ധർ ചൂണ്ടിക്കാണിക്കുന്നത്. എന്നാൽ ഹമാസിന്റെ കൈവശമുള്ളതെല്ലാം തന്നെ തെറ്റായ വിവരങ്ങളാണ് എന്നാണ് ഇസ്രായേൽ പറയുന്നത്. അങ്ങനെ പെട്ടെന്നൊന്നും ഇസ്രായേലിലെ ജവാന്മാരുടെ അല്ലെങ്കിൽ ഇസ്രായേലിലെ സൈനികരുടെ വിവരങ്ങളൊന്നും അങ്ങനെ പെട്ടെന്നൊന്നും ഹമാസിന് കൈക്കലാക്കാൻ കഴിയില്ല എന്ന് ആവർത്തിച്ചു പറയുകയാണ് ഇസ്രായേൽ. ഇനി ബുദ്ധികേന്ദ്രങ്ങൾ പ്രയോഗിച്ചുള്ള അല്ലെങ്കിൽ അത്തരം യുദ്ധങ്ങൾ നടത്താനും ഹമാസിന് മടിയില്ല. ബന്ദികളെ വെച്ചുള്ള വിലപേശലുകളും ബന്ദികളെ വെച്ചുള്ള ഈ യുദ്ധമുഖവും ഒക്കെ തന്നെ തയ്യാറാക്കാനും തലച്ചോറ് ഉപയോഗിച്ചുള്ള യുദ്ധം കളിക്കുവാനും നന്നായി ഹമാസിനറിയാം. അതിന്റെ മറ്റൊരു തരത്തിലേക്കാണ് ഈ ഒരു വിവരശേഖരണങ്ങളും അല്ലെങ്കിൽ ഈ വിവരം തന്റെ പക്കലുണ്ട് എന്ന് പറഞ്ഞുകൊണ്ട് ഹമാസ് ഇത്തരം കാര്യങ്ങൾ പുറത്തേക്ക് വിടുന്നത് എന്നാണ് ഇസ്രായേൽ പറയുന്നത്. സൈബർ സുരക്ഷയൊരുക്കുന്നതിൽ വിവിധ ഇസ്രായേലി ഏജൻസികളുടെ പരാജയമാണിതെന്നും ചൂണ്ടിക്കാണിക്കുന്നവർ അധികമാണ്. ഇത്തരം വിവരങ്ങൾ ചോരുന്നതിലൂടെ ആയിരക്കണക്കിന് ഇസ്രായേലി കുടിയേറ്റക്കാർ വിവിധ ഭീഷണികൾ നേരിടാൻ സാധ്യതയുണ്ട് എന്നും ഇന്റലിജൻസ് നിരീക്ഷണം വരികയാണ്. വിദേശത്ത് നിയമപരമായ നടപടികൾ, പ്രതികാര ആക്രമണങ്ങൾ തുടങ്ങിയവ ഇവർ നേരിടാൻ സാധ്യതയുണ്ട് എന്നും വിദഗ്ധർ ചൂണ്ടിക്കാണിക്കുന്നു. ഹമാസ്, ഇറാൻ, ഹിസ്ബുള്ള എന്നിവർ പരമാവധി വിവരങ്ങൾ ശേഖരിക്കാൻ ശ്രമിക്കുന്നുണ്ടെന്നാണ് സൈബർ യുദ്ധത്തിൽ വിദഗ്ധനായ കേണൽ ഡോക്ടർ ഗാബി സിബോണി പറയുന്നത്. ഇത്തരം വിവരങ്ങൾ ചോരുന്നത് ഇസ്രായേലി പൗരന്മാർക്ക് ഭീഷണിയാണെന്നും അദ്ദേഹം വ്യക്തമാക്കിയിരിക്കുകയാണ്. ഇസ്രായേലിന്റെ വിവിധ വെബ്സൈറ്റുകൾക്ക് നേരെ സൈബർ ആക്രമണങ്ങൾ വർദ്ധിച്ചു വരികയാണ്. ഇതിന്റെ പശ്ചാത്തലത്തിൽ ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ് ഉപയോഗിച്ച് ഗ്ലോബൽ സൈബർ അയൺ ഡോം തയ്യാറാക്കുകയാണ് എന്ന് ഇസ്രായേലി സുരക്ഷാ ഏജൻസിയായ ഷിൻ ബെനറ്റ് തലവൻ റോനർ ബാർ കഴിഞ്ഞ വർഷം തന്നെ അറിയിച്ചിരുന്നു. വിവിധ രാജ്യങ്ങളുമായി സഹകരിച്ചാണ് ഇത് തയ്യാറാക്കുന്നത്. അത്യാധുനിക നിർമ്മിതി ബുദ്ധി ഉപയോഗിച്ച് സൈബർ ആക്രമണങ്ങളെ തടയാൻ സാധിക്കുമെന്നും റോമൻ ബാർ വ്യക്തമാക്കുകയാണ്. എന്നാൽ ഇതിനെയെല്ലാം മറികടന്നാണ് ഹമാസ് നിർണായക രേഖകളടക്കം സ്വന്തമാക്കിയത് എന്ന് പുതിയ സംഭവ വികാസങ്ങൾ ചൂണ്ടിക്കാട്ടുന്നു. ഒക്ടോബർ 7-ന് ശേഷമാണ് ഹമാസ് വിവരങ്ങൾ ശേഖരിച്ചിട്ടുള്ളത്. ആകെ 2,11,000 പേരുകൾ ഈ റിപ്പോർട്ടിൽ പരാമർശിക്കുന്നുണ്ടെന്നും റിപ്പോർട്ടിൽ പരാമർശിക്കുന്ന 1/3 സൈനികരും 30 വയസ്സിന് താഴെയുള്ളവരാണെന്നാണ് വിവരം. ഗസയിൽ നിലവിൽ യുദ്ധത്തിലേർപ്പെട്ടിരിക്കുന്നതും ഈ പ്രായപരിധിയിലുള്ള സൈനികരാണ്. അതേസമയം ഈ വിവരങ്ങൾ എവിടെ നിന്നാണ് ലഭിച്ചത് എന്ന വ്യക്തവുമല്ല. സൈബർ സുരക്ഷ മാത്രമല്ല, സൈനിക സുരക്ഷാ പ്രതിരോധ സംവിധാനങ്ങളും പരാജയപ്പെട്ടതിന്റെ തെളിവുകളാണ് ഇസ്രയേലിൽ നിന്ന് വരുന്നത് എന്ന് പലരും വ്യക്തമാക്കുന്നു. ഇതിന്റെ ഒടുവിലത്തെ ഉദാഹരണമായിരുന്നു കഴിഞ്ഞ ദിവസം ഹൂതികൾ അയച്ച ഡ്രോൺ ടെൽ അവീവിൽ പതിച്ച് ഒരാൾ കൊല്ലപ്പെടുകയും 10ഓളം പേർക്ക് പരിക്കേൽക്കുകയും ചെയ്തത്. എന്നാൽ ഇതിന് പുറമെ ഹിസ്ബുള്ളയും ഇസ്രയേലിന്റെ സ്വയം പ്രതിരോധ സംവിധാനമായ അയൺ ഡോമിനെ തകർത്തുകൊണ്ട് നിരന്തരം ആക്രമണങ്ങൾ അഴിച്ചുവിടുകയാണ്. ഒക്ടോബർ 8-ന് ശേഷം ഹിസ്ബുള്ള ഇസ്രായേലിലേക്ക് 1000 ഡ്രോണുകളാണ് വിക്ഷേപിച്ചത് എന്ന്
വാൾ സ്ട്രീറ്റ് ജേണൽ റിപ്പോർട്ട് ചെയ്യുന്നു. ഇത്തരം ഡ്രോണുകൾ ഇസ്രായേലിന് വലിയ തലവേദനയാവുകയാണ്. ഇവ ചെറുതും കണ്ടുപിടിക്കാൻ പ്രയാസവുമാണ്. ഇവയുടെ പാത പ്രവചനാതീതമാണ് എന്നും റിപ്പോർട്ടിൽ ചൂണ്ടിക്കാണിക്കുന്നു. ഹൂതികൾ തെല്ലവീവിൽ ലക്ഷ്യമാക്കി ഡ്രോൺ അയച്ച അതേ ദിവസം ഹിസ്ബുള്ള 65 റോക്കറ്റുകളാണ് ഇസ്രായേൽ ലക്ഷ്യമാക്കി വിക്ഷേപിച്ചത്. ഡ്രോൺ കണ്ടെത്തി പ്രതിരോധിക്കാൻ അയൺ ഡോമിന് സാധിക്കുന്നില്ല എന്നത് ഇസ്രായേലിന് വലിയ വെല്ലുവിളിയാണ്. മാത്രമല്ല, അയൺ ഡോമിന്റെ വിക്ഷേപണ കേന്ദ്രം തന്നെ ആക്രമിക്കുന്നതിന്റെ വീഡിയോ ഹിസ്ബുള്ള നേരത്തെ പുറത്തുവിട്ടിരുന്നു. ഇറാൻ വികസിപ്പിച്ചെടുത്ത അത്യാധുനിക ഡ്രോണുകളാണ് ഹിസ്ബുള്ള ഉപയോഗിക്കുന്നത്. എന്നാൽ ഹിസ്ബുള്ളയ്ക്കും ഹൂതികൾക്കും കൃത്യമായും തക്ക സമയത്ത് തന്നെ മറുപടി നൽകാൻ ഇവർക്കെല്ലാവർക്കും സാധിച്ചുവെന്ന റിപ്പോർട്ടുകൾ കൂടി വരികയാണ്.